നമ്മൾ അസ്വാനിലെ ഏറ്റവും മനോഹരമായ നൂബിയൻ വില്ലേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ആദിമ ജനസമൂഹങ്ങളിൽ പ്രധാനപ്പെട്ടവരാണ് നൂബിയൻസ്. ഫറോവ കാലഘട്ടത്തിലെ അവരുടെ നിർമ്മാണ കലകളിൽ ഏറ്റവും വൈദഗ്ധ്യത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്ത ഒരു നൂബിയൻ കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ മുഴുവൻ നൂബിയൻസാണ് നമുക്ക് കാണാൻ കഴിയും. അവരുടെ സംസ്കാരവും അവരുടെ തനിമയും എല്ലാം കാണാനുള്ള ഒരു യാത്രയിലാണ്, ആ കാഴ്ചകളിലേക്ക് നിങ്ങൾ പോകുന്നു. നെയിലിലൂടെ മനോഹരമായൊരു ബോട്ട് യാത്രയിലാണ് നമ്മൾ. അസ്വാനിലെ നൂബിയൻ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നെയിലിൽ നിന്ന് ഈ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമങ്ങളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഈ വശീകരിക്കുന്ന ഭൂമിയുടെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഒറിജിനലായിട്ടുള്ള മനുഷ്യർ, തനിമയോടെ സംസാരിക്കുന്ന മനുഷ്യർ. നമ്മൾ വിദേശികളാണെന്ന് കണ്ടിട്ടും നമ്മളിൽ നിന്ന് ഒരു പൈസ പോലും അനാവശ്യമായി പിടിക്കാൻ ശ്രമിക്കാത്ത മനുഷ്യർ. ഒരു പക്ഷേ കൈറോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അസ്വാനിലെ വിശേഷിച്ച് നൂബിയൻ കമ്മ്യൂണിറ്റികളെ വേർതിരിച്ച് നിൽക്കുന്നത് അവരുടെ സ്വഭാവത്തിലും അവരുടെ സംസാരത്തിലുമൊക്കെയുള്ള ഈ തെളിമയും വിശുദ്ധിയുമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. നൂബിയൻ കമ്മ്യൂണിറ്റികളിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ താല്പര്യമുള്ളവർക്ക് പോകാൻ തയ്യാറാക്കി നിർത്തിയിട്ടുള്ള ഒട്ടകങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ മക്കാബിർ നുബല എന്ന് പറയുന്ന ഫറോവ കാലഘട്ടത്തിലെ പ്രധാനികളുടെ ശവ സംസ്കാരം നടന്നിരുന്ന സ്ഥലങ്ങളാണ്. വലൈക്കും അസ്സലാം യാ ഹബീബ്, കൈഫാൻ? അൽഹംദുലില്ലാ, ശുക്രൻ. ഇവർ ഏതാണ്ട് ആഫ്രിക്കക്കാർക്ക് സമാനമാണ് ഇവരുടെ ശരീരമാണെങ്കിലും. നമ്മളൊരു ഈജിപ്തിലെ പച്ചപ്പ് നിറഞ്ഞ ഒരു കൃഷിത്തോട്ടത്തിലാണ്. അസ്വാനിൽ നെയിലിനോട് ചേർന്ന് കിടക്കുന്ന ഈ കൃഷിത്തോട്ടത്തിൽ എങ്ങനെയാണ് നെയിലിനെ ആശ്രയിച്ച് ഈജിപ്തുകാർ അവരുടെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ വളരെ നല്ല ദൃശ്യങ്ങൾ കിട്ടും. ഇവിടെ ഉള്ളിയുണ്ട്, അതുപോലെ പയറുണ്ട്, ഈത്തപ്പനകളുണ്ട്, തവരകളുണ്ട്. നൂബിയൻ വില്ലേജുകളുടെ അകത്തൂടെ നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഒരു ജനസമൂഹം അവരുടെ ആദിമമായ വിശുദ്ധിയെ, പൈതൃകത്തെ, സംസ്കാരങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നത് എന്നതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും തെളിമയുള്ള വിശുദ്ധിയുള്ള ഒരു ഗ്രാമീണ ജനതയായിട്ടാണ് ഞാൻ ഈ മനുഷ്യരെ മൊത്തത്തിൽ കണ്ടത്. നൂബിയൻ വില്ലേജിൻ്റെ ഒരു അകത്തളത്തെ കാഴ്ചകളാണ്. ഓരോ വീടും കണ്ടില്ല, വ്യത്യസ്ത തരം പെയിൻറ്റുകൾ, കലാവിരുതുകൾ ഒക്കെ ഒരുക്കിയിട്ടുള്ള വില്ലേജുകളാണ്. ദൂരെ നമ്മളെ കാണുന്നത് ഒരു വീടിന് മുകളിൽ പക്ഷികളെ വളർത്തുന്ന, പ്രത്യേകിച്ചും മാടപ്രാവുകളെ വളർത്തുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറാണ്. ഈജിപ്തിൽ പല ഭാഗങ്ങളിലും നിങ്ങൾ അത് കാണാൻ കഴിയും. ഇവർക്ക് പ്രാവിനോട് ഇഷ്ടം ഒരല്പം കൂടുതലാണ്. ഈ നൂബിയൻ വില്ലേജിൽ ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രഡീഷണൽ രീതിയിൽ കുടിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു നൂബിയൻ സഹോദരന് നമ്മളെ ക്ഷണിക്കുന്നു, പോയൊക്കെ അല്ലേ. മാഷാ അല്ലാഹ്, നമ്മളെ കൂടെയുള്ളത് താരിഖ് എന്ന് പറയുന്ന നൂബിയൻ വില്ലേജിലെ വളരെ ട്രഡീഷണലായിട്ട് ചായക്കട നടത്തുന്നൊരു ബ്രദറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ഉള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇന്ത്യക്കാരെ അദ്ദേഹത്തിന് പലതരത്തിൽ ഇഷ്ടമാണ്. ഒന്ന്, ഇന്ത്യൻസിൻ്റെ കളറ് ഇവരായിട്ട് വളരെ മാച്ചിങ് ആണ്. രണ്ട്, ഇന്ത്യൻസ് വളരെ നന്നായിട്ട് പെരുമാറുന്നവരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പുണയർ ചായക്കടയാണ്. ഇവിടെയാണ് അദ്ദേഹം ടീ മേക്കിങ്ങിൻ്റെ ഒരു സ്പേസൊക്കെ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ക്ലീനായിട്ട് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഈത്തപ്പഴ മരങ്ങളും മാങ്കോ വൃക്ഷവും പിന്നെ അതുപോലെ രാത്രി ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഉള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, എന്നാൽ നമുക്കൊക്കെ അതിൻ്റെ ഒരു ഹൃദ്യത അനുഭവപ്പെടുന്ന സ്ഥലമാണ് താരിഖിൻ്റെ ചായക്കട. ഒരു ഓൾഡ് റേഡിയോ ഉണ്ട് ഇവിടെ. അദ്ദേഹം അത് നമുക്ക് വേണ്ടിയിട്ടൊരു അറബിക് നൂബിയൻ പാട്ട് വയ്ക്കുന്നതാണ് കാണുന്നത്. താരിഖിൻ്റെ വീട്ടിലേക്ക്, കുഞ്ഞു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. താരിഖ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നൂബിയക്കാരുടെ ട്രഡീഷണൽ സോങ് ആണ്.
താരിഖ് നൂബിയൻ ഭാഷയിൽ നമുക്ക് വേണ്ടി പാടിയത്. താരിഖിൻ്റെ വീട് വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അസ്വാനിലെ നൂബിയൻ വില്ലേജിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. കൂടെ ഈ ബോട്ടിലുള്ളത് എല്ലാവരും നൂബിയക്കാരാണ്. ഞങ്ങളോട് വളരെ ഹൃദ്യമായിട്ട് അവർ പെരുമാറി സംസാരിക്കുന്നു. ഇന്ത്യക്കാരാണ് എന്നറിയുമ്പോൾ വലിയ സന്തോഷത്തോടെ പ്രതികരിക്കുന്നു.